ഇപ്പോഴത്തെ കാലത്ത് CCTV ക്യാമറ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ്. കാരണം മോഷണം, പിടിച്ചുപറി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇത് CCTV ക്യാമറ ഒരു ക്രൈമിന് ബാക്കപ്പ് എടുത്ത് കൊടുത്താൽ അതൊരു തെളിവായിട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ പത്രം വഴി വായിക്കുന്നുണ്ട്. ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള CPPLUS എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു CCTV ക്യാമറയാണ്. ഇത് 3 MB വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന H.265 എന്ന ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന CCTV ക്യാമറയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു പ്ലഗ് ആൻഡ് പ്ലേ സംവിധാനമാണ് വരുന്നത്. ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇപ്പം ഞാനിപ്പം കാണിച്ചു തരാം. അതിനകത്തൊരു യൂസർ മാനുവൽ ഉണ്ടായിരിക്കും. ആ യൂസർ മാനുവലാണ് ഈ കാണുന്നത്. കൂടാതെ തന്നെ അതിനകത്തൊരു ക്യാമറ ഉണ്ട്. ക്യാമറയാണ് നിങ്ങൾ കാണുന്നത്. ക്യാമറ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു. ക്യാമറയുടെ പുറകിൽ കണക്ട് ചെയ്യുന്ന ഒരു ലാൻഡ് കേബിളിൻ്റെ ഒരു ഡിവൈസ് വരുന്നുണ്ട്. അത് വെള്ളം കയറാതിരിക്കാൻ, അത് ഔട്ട്ഡോർ നമ്മൾ പിടിപ്പിക്കുമ്പോൾ വെള്ളം കയറാതിരിക്കാൻ. കൂടാതെ വൈഫൈ എനേബിൾഡ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇത് അതിൻ്റെ ആ കൂടെ വരുന്ന അഡാപ്റ്ററാണ്. 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. കാരണം ഇതൊരു ബ്രാൻഡ് CPPLUS എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇത് കൂടാതെ തന്നെ ഇത് മൗണ്ട് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡ്, അത് ഈ ക്യാമറ അതിൻ്റെ മുകളിലേക്ക് കയറ്റിയാണ് മൗണ്ട് ചെയ്യുന്നത്. ഈ കാണുന്ന രീതിയിൽ ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ടാണ് വിടുന്നത്, ലാഗ് വരുത്താതിരിക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ മൗണ്ട് ചെയ്യുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കളറോട് കൂടിയ നൈറ്റ് വിഷൻ ക്യാമറയാണ്. 4mm ലെൻസാണ് വരുന്നത്. ലെൻസിൻ്റെ പ്രത്യേകത ഇതാ ഈ കാണുന്ന ഇൻ്റർഫേസാണ് വരുന്നത്. കൂടാതെ അതിൻ്റെ നെറ്റ്വർക്ക് കണക്റ്റ് ആകാനുള്ള 2 വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുന്ന 2 ആൻറ്റിനയും കൂടെ ഇൻബിൽറ്റായിട്ട് വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് വശം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കവറ് കാര്യങ്ങൾ വരുന്നു. കൂടാതെ തന്നെ ഇതിനകത്ത് സ്റ്റാൻഡ് വരുന്നു. കൂടാതെ തന്നെ ഇതിൻ്റെ അതിനകത്ത് ഇൻബിൽറ്റ് സ്പീക്കർ വരും. അതായത് നമുക്ക് എവിടെ നിന്നാണെങ്കിലും നമ്മൾ ഫോൺ വഴി ക്യാമറ ഇരിക്കുന്ന സ്ഥലത്ത് ക്യാമറയുടെ മുമ്പിൽ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാൻ വേണ്ടി ഇതിനകത്തൊരു ഇൻബിൽറ്റ് മൈക്ക് ഉണ്ടായിരിക്കും. ഇവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താം, തിരിച്ച് ഫോൺ വഴി തിരിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മൈക്രോ SD കാർഡ് ഇടാനുള്ള പോർഷൻ എടുപ്പം കേട്ടോ. മൈക്രോ SD കാർഡ് ഇടാൻ പറ്റും. കൂടാതെ സിം കാർഡ് ഇടാൻ പറ്റും. സാധാരണ വരുന്ന ക്യാമറകൾ ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇതിപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ട് ഏരിയ, ഇതിപ്പം ഇടുക്കിയിലോ കുട്ടിക്കാനത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ ഷോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത കുറവാണെങ്കിൽ ഒരു സിം കാർഡ് മേടിച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് സാധ്യമാകും. കാരണം സിം കാർഡ് എന്ന് പറയുമ്പം 1.5 GB 1 GB വരെയുള്ളൊരു പാക്കേജ് ഇട്ടിട്ട് ഒരു വർഷത്തേക്ക് അത് നമുക്ക് പാക്കേജ് എടുത്തിടുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ യൂസർ മാനുവൽ ആണ്. ഈ ക്യാമറ മൗണ്ട് ചെയ്യേണ്ട ആക്സറീസ്, ചെയ്യേണ്ട രീതി, കണക്ട് ചെയ്യാനുള്ള QR കോഡ്, കൂടാതെ അതിനകത്ത് വരുന്ന സിം കാർഡ് വരുന്നത് എങ്ങനെയാണ്, റീസെറ്റ് ബട്ടൺ, മൈക്രോ SD കാർഡ്, ഈ യൂസർ മാനുവൽ വായിച്ച് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വലിയ CCTV ക്യാമറകളാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമ്മളൊരു നല്ലൊരു പ്രൊഫഷണലായിട്ടൊരു ടീമിൻ്റെ ആവശ്യകത ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കംപ്ലീറ്റ് കണക്ട് ചെയ്യുന്ന രീതികളെല്ലാം വളരെ വിശദമായി. ഇതിൻ്റെ വില വന്നിട്ട് 3500 രൂപേൻ്റെ വില വരുന്നുള്ളൂ. മൈക്രോ SD കാർഡ് ഇതിനകത്ത് വരുന്നില്ല, എക്സ്ട്രാ നമ്മൾ മേടിക്കുകയാണ്. ഞങ്ങൾ ഈ തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനായി കാണുന്നത് 4mm ലെൻസ്, ഇൻബിൽറ്റ് മൈക്ക്, സ്പീക്കർ, 4G സിം കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഞങ്ങൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.